ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സെസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ പ്രധാനപ്പെട്ട ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ക്യാപിറ്റലും ലേബറും തന്നെയാണ്. ഓക്കെ, ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ഒന്ന് മാറ്റി മറ്റൊരു ഇപ്പോൾ ക്യാപിറ്റൽ മാറ്റി ലേബറിനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ദ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. സെസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടെ ഈ സെസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെയും റിലേഷൻഷിപ്പ് കാണിക്കുന്ന സാധാരണ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പോലെ ഒന്നാണ്. അത് ഏതൊക്കെയാണ് ഇൻപുട്ടുകൾ? ക്യാപിറ്റൽ ലേബർ, ക്യാപിറ്റൽ കെ, ലേബർ എൽ. എന്നാൽ അതിന്റെ ഔട്ട്പുട്ടിന്റെ ആ വേർഡ് എന്ന് പറയുന്നത് ക്യൂ എന്നാണ്. ഔട്ട്പുട്ടിന്റെ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ എന്ന അക്ഷരം കൊണ്ടാണ് ഔട്ട്പുട്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, വേറെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ രണ്ട് ഇൻപുട്ടുകളല്ലേ, ക്യാപിറ്റൽ ലേബറും. ഇപ്പോൾ ഒന്ന് മാറ്റി ഒന്ന് പ്ലേസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു ജനറൽ ഫോം ഉണ്ട് കേട്ടോ. ഈ ജനറൽ ഫോമിൽ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. ആ ഇക്വേഷൻ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണത്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ക്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആൽഫ കെ റൈസ് ടു റോ പ്ലസ് പിന്നെ ബ്രാക്കറ്റിലാണ് 1 മൈനസ് ആൽഫ, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൽ റൈസ് ടു റോ ദ ഹോൾ റൈസ് ടു 1 ബൈ റോ. ഇത് ഇങ്ങനൊരു ഇക്വേഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് കെ എൽ ക്യാപിറ്റൽ ലേബർ ഇത് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ക്യൂ ഔട്ട്പുട്ട് ആണെന്ന് പറയാം. എന്നാൽ അതിൽ ആൽഫ റോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ആ ഒരു ഫാക്ടേഴ്സ് ആണ്. അത് ഓരോന്ന് പറയാം. അതിൽ ഈ ഇക്വേഷനിൽ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. എ എന്ന് പറയുന്നത് എഫിഷ്യന്റ് ഓർ പ്രൊഡക്ടിവിറ്റി പാരാമീറ്റർ ആണ്. ഈ ക്യാപിറ്റലും ലേബറും എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്റെ പ്രൊഡക്ടിവിറ്റിയാണ്. ഓക്കെ, അടുത്തത് ആൽഫ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. ഈ ആൽഫയുടെ വാല്യൂ 0യുടെയും 1ന്റെ ഇടയിൽ നിൽക്കുക. അതായത് ഇപ്പോൾ 0.5, 0.5, 0.4, 0.3 അങ്ങനെ ആ ഒരു എന്താണ് 1ന്റെ 0യുടെ ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആണ്. അത് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. ഇത് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ്? ക്യാപിറ്റലും ലേബറും പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ, അടുത്ത് ക്യാപിറ്റൽ കെ എൽ, അതോ ക്യാപിറ്റൽ ആൻഡ് ലേബർ നമുക്കറിയാം. അത് റോ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്. എന്തിന്റെ? ക്യാപിറ്റൽ മെഷീനറി മാറ്റിയിട്ട് ലേബറിനെ പ്ലേസ് ചെയ്യുന്നതും ലേബറിനെ മാറ്റിയിട്ട് മെഷീനറി പ്ലേസ് ചെയ്യുന്നതും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്, എത്ര അളവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അടുത്തതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സൂചിപ്പിക്കുന്നത്. സിഗ്മ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് റോ ആണ്. അത് ഈ ഇക്വേഷൻ വരുന്നതല്ല, ആ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. സിഗ്മ എന്നുള്ള വേരിയബിൾ കൊണ്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ കീ ഐഡിയ ഇതാണ്: ദ സെസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അലൗസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ. അത് പല ലെവൽസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഒന്ന് മാറ്റിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലേബർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ സെസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇത് അലോ ചെയ്യുന്നുണ്ട്, ഈ ഡിഫറെന്റ് ലെവൽ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ഓക്കെ, ഇതാണ് ഇതിന്റെ കീ ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഒരു ഇക്വേഷനിൽ റോ എന്നൊരു വേരിയബിൾ വരുന്നില്ലേ, അതിന് പല വാല്യൂ വരുമ്പോഴത്തേക്കുള്ള ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പം അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഈ ടേബിളിൽ വരുന്നത് വാല്യൂ ഓഫ് റോ ആണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പം വാല്യൂ ഓഫ് റോ 0 ആയി കഴിഞ്ഞാൽ അതെന്താ, ഏത് ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയി? കോബ് ഡഗ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയി. കോബ് ഡഗ്ലസിനെ പറ്റി ഈ ഒരു തിയറിയെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് കണ്ടില്ലാത്തവർക്ക് അത് കാണാം. അതിന്റെ മീനിങ് എന്താണ്? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, സിഗ്മ ഇസ് ഈക്വൽ ടു 1 എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ ഇസ് ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാലോ, റോ 1 വന്നു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഓക്കെ, രണ്ടിനും പെർഫെക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ക്യാപിറ്റൽ ലേബറിന് തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിന്റെ മീനിങ് ഹൈ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്. ഓക്കെ, ഒന്ന് മാറ്റി ഈസി ആയിട്ട് ഒരു പ്രൊഡ്യൂസറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലേബറിനെ മെഷീനറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാന്നുള്ളത്. അപ്പം റോ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ലിയോൺടിഫ് ആണ്. അതായത് ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസ് ആണ്. ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലിയോൺടിഫ് ടൈപ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. അതിന്റെ മീനിങ് നോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. അവിടെ എന്തില്ല? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്ന് മാറ്റി ഒന്ന് വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഈ റോ എന്ന ഫാക്ടറിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡയഗ്രാം പരിശോധിക്കാം. ഇതിൽ വൈ ആക്സിൽ ക്യാപിറ്റലും എക്സ് ആക്സിൽ ലേബറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന Q1, Q2, Q3 എന്നുള്ളത് ഐസോക്വൻസ് ആണ്. ഐസോക്വൻസ് അറിയാലോ, രണ്ട് ഫാക്ടർ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ടുകളുടെ എണ്ണം, മാക്സിമം ഔട്ട്പുട്ടുകളുടെ എണ്ണമാണ്, ഈ അളവാണ് ഈ ഐസോക്വന്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് പല പോയിന്റുകളുണ്ട്. ഇപ്പം Q1, Q3, Q2, Q3 അങ്ങനെ മുകളിലോട്ട് പോകും തോറും
പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ അളവ് കൂടി കൂടി വരികയാണ്. നമ്മൾ Q1 10 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ Q2 20 യൂണിറ്റ് ആണ്, Q3 30 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് അതിൽ കാണാം. എന്നാൽ ഇതിന്റെ പ്രത്യേകത ചിലപ്പം ഞാൻ ആദ്യം Q1 അത് ആദ്യത്തെ Q1 എന്നുള്ള ഐസോക്കറിന്റെ കർവിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ K1L1 എന്നൊരു കോമ്പിനേഷൻ ഉപയോഗിച്ചപ്പോഴത്തേക്ക് A എന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, എന്നാൽ K2L2 എന്നുള്ള ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചപ്പോൾ B എന്ന പോയിന്റാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ A എന്ന പോയിന്റിലെ പ്രത്യേകത ക്യാപിറ്റൽ കൂടുതലും ലേബർ കുറച്ചാണ് ഉപയോഗിച്ചതായിട്ട് കാണാം. ഓക്കെ, എന്നാൽ ബി എന്ന പോയിന്റ് പ്രത്യേകത എന്താണ്? ക്യാപിറ്റലിന്റെ അളവ് കുറച്ചു, എന്നാൽ ഏതിന്റെ അളവ് കൂട്ടേണ്ടി വന്നു? ലേബറിന്റെ അളവ് കൂട്ടേണ്ടി വന്നു. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക, കോൺസ്റ്റന്റ് ലെവൽ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ, അതായത് എത്ര ക്യാപിറ്റൽ കുറച്ചോ അത്രയും ലേബർ കൂട്ടി. മനസ്സിലായോ? അപ്പോഴത്തേക്ക് ഒരു പ്രൊഡക്ഷൻ പോയിന്റ് ഔട്ട്പുട്ട് സെയിം ആണ്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്, എന്നാൽ ആ കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ അളവ് മാറി മാറി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ എല്ലാ ഐസോക്കോന്റെ കർവും കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, അതിന്റെ ഷേപ്പ് അങ്ങനെയാണ്. ഓക്കെ, ആ ഒറിജിനിൽ നിന്ന് കോൺവെക്സ് ആയിട്ടാണ് എല്ലാ ഐസോക്കോന്റെ കർവുകളും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് CD എന്നുള്ള പോയിന്റിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നിലവിലുള്ള ക്യാപിറ്റൽ ലേബറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറ്റത്തില്ല, കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് കുറച്ച് ക്യാപിറ്റൽ ലേബറും എന്താണ് അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊടുത്താൽ, ഇൻപുട്ടായിട്ട് കൊടുത്താൽ മാത്രമേ CDEF എന്നീ പോയിന്റുകൾ, അതായത് 20 ഔട്ട്പുട്ട് 30 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഒക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ സെസ് ഇമ്പോർട്ടന്റ് ആവുന്നത്, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? വൈ സെസ് ഈസ് ഇമ്പോർട്ടന്റ്? അതായത് ഇറ്റ് അലൗസ് ബെറ്റർ മോഡലിംഗ് ഓഫ് റിയൽ വേൾഡ് പ്രൊഡക്ഷൻ. അതായത് ഈ റിയൽ വേൾഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലേ, ആ റിയൽ വേൾഡ് പ്രൊഡക്ഷന്റെ ബെറ്റർ ആയിട്ടൊരു മോഡലാണ് റിയൽ വേൾഡിൽ എങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നു എന്നൊരു അതിന്റെ ഒരു മാതൃക കാണിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആവുന്നത്. വെയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് നെയ്തർ പെർഫെക്റ്റ് നോർ ഫിക്സ്ഡ്. അതായത് റിയൽ വേൾഡിൽ നമുക്ക് ഒരിക്കലും എത്ര ക്യാപിറ്റൽ മാറ്റിയിട്ട് എത്ര ലേബറിന് ഉപയോഗിക്കാൻ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഓക്കെ, അത് പെർഫെക്റ്റും അല്ല അല്ലെങ്കിൽ ഫിക്സ്ഡും അല്ല. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇത് എന്താണ് പിന്നെ അങ്ങനെ ഒരു മാതൃക കാണിക്കുന്ന ഒന്നാണ്. യൂസ്ഫുൾ ഫോർ സ്റ്റഡിങ്, ഇത് എന്തിനൊക്കെ ഉപയോഗപ്രദമാവുന്നു? ടെക്നിക്കൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കുന്നതിന്. ഫാക്ടർ ഷെയർസ്, ഓക്കെ, ഓരോ ഫാക്ടർ ഇൻപുട്ടുകളുടെ എത്ര അനുപാതത്തിൽ, ഇപ്പൊ എത്ര ലേബർ കൊടുത്തു, എത്ര ക്യാപിറ്റൽ കൊടുത്തു, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. എക്കണോമിക് ഗ്രോത്ത് മോഡലിൽ ഉപയോഗിക്കുന്നതിന്. റെസ്പോൺസസ് ടു ഫാക്ടർ പ്രൈസ് ചേഞ്ചസ്, ഇപ്പൊ ലേബറിന്റെ വേജ് കൂടുന്നതോ അല്ലെങ്കിൽ ഫാക്ടറിന്റെ പ്രൈസ് കൂടുന്നതോ ഇങ്ങനെയുള്ള ചേഞ്ച് മനസ്സിലാക്കുന്നതിനൊക്കെ, അതിന്റെ റെസ്പോൺസ് ഒക്കെ മനസ്സിലാക്കുന്നതിനും ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗപ്രദമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.